പ്രൈസ് ദി ലോർഡ്. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൺലൈൻ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള 30 ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. റൂത്ത് 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? A 23, B 18, C 20, D 19. ഉത്തരം D 18. ചോദ്യം 2. റൂത്ത് 3-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? A റൂത്തിൻ്റെ വിവാഹം, B നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്, C ബോവാസിൻ്റെ മെതിക്കളത്തിൽ, D റൂത്ത് ബോവാസിൻ്റെ വയലിൽ. ഉത്തരം C ബോവാസിൻ്റെ മെതിക്കളത്തിൽ. ചോദ്യം 3. സ്വന്തം കടമയായി നവോമി റൂത്തിനോട് പറയുന്നത് എന്താണ്? A സ്വഭവനത്തിലേക്ക് നിന്നെ തിരിച്ചയക്കുക, B നിനക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ കണ്ടെത്തുക, C നിന്നെ ഒരു വിശുദ്ധയായി വളർത്തുക, D സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക. ഉത്തരം D സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക. ചോദ്യം 4. പൂരിപ്പിക്കുക. നീ ആരുടെ ഡാഷ് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ. A ദാസികളുമൊത്ത്, B ഭൃത്യന്മാരുമൊത്ത്, C മെതിക്കളത്തിൽ, D ഭവനത്തിൽ. ഉത്തരം A ദാസികളുമൊത്ത്. ചോദ്യം 5. എപ്രകാരം മെതിക്കളത്തിലേക്ക് ചെല്ലാനാണ് നവോമി റൂത്തിനെ ഉപദേശിക്കുന്നത്? A ബോവാസിന് ഒരു സമ്മാനവുമായി, B കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച്, C കുളിച്ച് തൈലം പൂശി സന്തോഷവതിയായി, D കുളിച്ച് തൈലം പൂശി പുറങ്കുപ്പായവും ധരിച്ച്. ഉത്തരം B കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച്. ചോദ്യം 6. ബോവാസ് എന്തിനു വേണ്ടി മെതിക്കളത്തിൽ വരുന്നുവെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? A കാവലിരിക്കുന്നതിന്, B ഭൃത്യന്മാരെ കാണുന്നതിന് വേണ്ടി, C ബാർലി പാറ്റുന്നതിന്, D വേലക്കാർക്ക് കൂലി കൊടുക്കുന്നതിന്. ഉത്തരം C ബാർലി പാറ്റുന്നതിന്. ചോദ്യം 7. കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് എവിടേക്ക് ചെല്ലാനാണ് നവോമി റൂത്തിനെ ഉപദേശിക്കുന്നത്? A ബോവാസിൻ്റെ ഭവനത്തിലേക്ക്, B പട്ടണത്തിലേക്ക്, C വയലിലേക്ക്, D മെതിക്കളത്തിലേക്ക്. ഉത്തരം D മെതിക്കളത്തിലേക്ക്. ചോദ്യം 8. മെതിക്കളത്തിലെത്തിയാൽ ബോവാസിൻ്റെ അത്താഴം കഴിയുന്നതുവരെ എന്തിൽ ശ്രദ്ധിക്കണമെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? A തന്നെ തിരിച്ചറിയാൻ ഇടയാകാതെ, B മാന്യമായി പെരുമാറുന്നതിൽ, C ബോവാസിനെ ശുശ്രൂഷിക്കുന്നതിൽ, D ഭൃത്യരെ സഹായിക്കുന്നതിൽ. ഉത്തരം A തന്നെ തിരിച്ചറിയാൻ ഇടയാകാതെ. ചോദ്യം 9. മെതിക്കളത്തിലെത്തിയാൽ എന്ത് നോക്കി വയ്ക്കണം എന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? A ധാന്യം സൂക്ഷിക്കുന്ന സ്ഥലം, B ബോവാസ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം, C ഭൃത്യന്മാർ കിടക്കുന്ന സ്ഥലം, D പണിയായുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം. ഉത്തരം B ബോവാസ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം. ചോദ്യം 10. മെതിക്കളത്തിലെത്തിയാൽ എവിടെ കിടക്കണം എന്നാണ് നവോമി റൂത്തിനെ ഉപദേശിക്കുന്നത്? A ബോവാസിനൊപ്പം കട്ടിലിൽ, B ധാന്യപ്പുരയിൽ, C ബോവാസിൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക, D ബോവാസിൻ്റെ ദാസികളോടൊപ്പം. ഉത്തരം C ബോവാസിൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. ചോദ്യം 11. അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു. ഇത് ആരുടെ വാക്കുകൾ? A നവോമിയുടെ, B എലിമേലെക്കിൻ്റെ, C ബോവാസിൻ്റെ, D റൂത്തിൻ്റെ. ഉത്തരം D റൂത്തിൻ്റെ. ചോദ്യം 12. മെതിക്കളത്തിൽ ചെന്ന് റൂത്ത് എന്താണ് ചെയ്തത്? A അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു, B ബാർലി പാറ്റുന്നതിന് സഹായിച്ചു, C ബോവാസിനോട് സംസാരിച്ചു, D ദാസികളോടൊപ്പം ഭക്ഷണം കഴിച്ചു. ഉത്തരം A അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ചോദ്യം 13. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? A മെതിക്കളത്തിന് നടുവിൽ, B ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ, C സ്വന്തം ഭവനത്തിൽ, D സുഹൃത്തിൻ്റെ ഭവനത്തിൽ. ഉത്തരം B ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ. ചോദ്യം 14.
എന്തിനു ശേഷമാണ് ബോവാസ് ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങിയത്? എ. അധ്വാനം കൊണ്ട് ക്ഷീണിച്ചപ്പോൾ. ബി. മദ്യപിച്ച് ഉന്മത്തനായപ്പോൾ. സി. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ. ഡി. ഭൃത്യന്മാരെ പറഞ്ഞയച്ച ശേഷം. ഉത്തരം സി. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ. ചോദ്യം 15. ബോവാസ് എപ്പോഴാണ് ഞെട്ടി ഉണർന്നത്? എ. ഗാഠനിദ്രയ്ക്കിടയിൽ. ബി. സൂര്യൻ ഉദിച്ചപ്പോൾ. സി. ഭയാനകമായ ഒരു സ്വരം കേട്ടപ്പോൾ. ഡി. അർദ്ധരാത്രിയിൽ. ഉത്തരം ഡി. അർദ്ധരാത്രിയിൽ. ചോദ്യം 16. അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്ന ബോവാസ് എന്താണ് കണ്ടത്? എ. കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. ബി. മോഷ്ടാക്കൾ ഓടിമറയുന്നത്. സി. ശക്തമായ മഴയും ഇടിമിന്നലും. ഡി. തീ പടരുന്ന തൻ്റെ ധാന്യപ്പുര. ഉത്തരം എ. കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. ചോദ്യം 17. അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്ന് റൂത്ത് ബോവാസിനോട് പറയുന്നതിന് പിന്നിലെ കാരണമെന്ത്? എ. ബോവാസ് തൻ്റെ അടുത്ത ബന്ധുവാകയാൽ. ബി. താനൊരു വിധവയായതുകൊണ്ട്. സി. ബോവാസ് ഒരു ധനികനായതുകൊണ്ട്. ഡി. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട്. ഉത്തരം എ. ബോവാസ് തൻ്റെ അടുത്ത ബന്ധു ആകയാൽ. ചോദ്യം 18. ആരെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ എന്നാണ് റൂത്ത് 3:10 ബോവാസ് റൂത്തിനോട് പറയുന്നത്? എ. മൊവാബ്യരെ. ബി. യുവാക്കന്മാരെ. സി. വീരന്മാരെ. ഡി. രാജാക്കന്മാരെ. ഉത്തരം ബി. യുവാക്കന്മാരെ. ചോദ്യം 19. നഗരത്തിലെ തൻ്റെ പരിചയക്കാർക്കെല്ലാം റൂത്തിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെന്നാണ് ബോവാസ് പറയുന്നത്? എ. റൂത്ത് ഒരു ദുർനടപ്പുകാരിയാണ്. ബി. റൂത്ത് ഒരു ഉത്തമ സ്ത്രീയാണെന്ന്. സി. റൂത്ത് ഒരു ദുഷ്ട സ്ത്രീയാണെന്ന്. ഡി. റൂത്ത് അന്യദേവന്മാരെ പൂജിക്കുന്നവളാണെന്ന്. ഉത്തരം ബി. റൂത്ത് ഒരു ഉത്തമ സ്ത്രീയാണെന്ന്. ചോദ്യം 20. ബോവാസ് റൂത്തിനെ സ്വീകരിക്കാൻ തടസ്സമായി പറയുന്ന കാരണമെന്ത്? എ. താൻ ഒരു വൃദ്ധനാണ്. ബി. താൻ വിവാഹിതനാണ്. സി. തന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ റൂത്തിനുണ്ട്. ഡി. തൻ്റെ കുടുംബക്കാർ എതിർക്കും. ഉത്തരം സി. തന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ റൂത്തിനുണ്ട്. ചോദ്യം 21. കൂടുതൽ അടുത്ത ബന്ധു തൻ്റെ കടമ നിറവേറ്റിയില്ലെങ്കിൽ താൻ എന്തു ചെയ്യും എന്നാണ് ബോവാസ് റൂത്തിന് നൽകുന്ന വാഗ്ദാനം? എ. മറ്റൊരു പുരുഷനെ കണ്ടുപിടിച്ച് നൽകും. ബി. റൂത്തിനെ ഒരു സഹോദരിയായി സ്വീകരിക്കും. സി. ഉറ്റ ബന്ധുവിൻ്റെ കടമ താൻ നിർവഹിക്കും. ഡി. റൂത്തിനെ തൻ്റെ ഒരു ദാസിയായി സ്വീകരിക്കും. ഉത്തരം സി. ഉറ്റ ബന്ധുവിൻ്റെ കടമ താൻ നിർവഹിക്കും. ചോദ്യം 22. എപ്പോൾ വരെ തൻ്റെ സമീപം കിടക്കുവാനുള്ള അനുവാദമാണ് ബോവാസ് റൂത്തിന് നൽകിയത്? എ. സന്ധ്യ വരെ. ബി. ഉച്ചസമയം വരെ. സി. അർദ്ധരാത്രി വരെ. ഡി. പ്രഭാതം വരെ. ഉത്തരം ഡി. പ്രഭാതം വരെ. ചോദ്യം 23. ബോവാസിൻ്റെ കാൽക്കൽ കിടന്ന റൂത്ത് എപ്പോഴാണ് എഴുന്നേറ്റത്? എ. സൂര്യൻ ഉദിച്ചപ്പോൾ. ബി. അർദ്ധരാത്രിയിൽ. സി. കോഴി കൂവിയപ്പോൾ. ഡി. അതിരാവിലെ ആളറിയുന്നതിന് മുമ്പേ. ഉത്തരം ഡി. അതിരാവിലെ ആളറിയുന്നതിനു മുമ്പേ. ചോദ്യം 24. തൻ്റെ കാൽക്കൽ കിടന്നുറങ്ങിയ റൂത്തിന് പോകാൻ നേരം ബോവാസ് എന്താണ് കൊടുത്തുവിട്ടത്? എ. 6 അളവ് ബാർലി. ബി. 1 ഏഫ ബാർലി. സി. 5 അളവ് ബാർലി. ഡി. 6 ഏഫ ബാർലി. ഉത്തരം എ. 6 അളവ് ബാർലി. ചോദ്യം 25. 6 അളവ് ബാർലി ബോവാസ് എന്തിലാണ് ഇട്ടുകൊടുത്തത്? എ. റൂത്തിൻ്റെ മേലങ്കിയിൽ. ബി. കുട്ടയിൽ. സി. ധാന്യസഞ്ചിയിൽ. ഡി. ഒരു പാത്രത്തിൽ. ഉത്തരം എ. റൂത്തിൻ്റെ മേലങ്കിയിൽ. ചോദ്യം 26. 6 അളവ് ബാർലിയുമായി വീട്ടിലെത്തിയ റൂത്തിനോട് അമ്മായിയമ്മ എന്താണ് ചോദിച്ചത്? എ. ജോലി സുഗമമായിരുന്നോ? ബി. മകളെ എന്തുണ്ടായി? സി. ബോവാസ് എന്തു പറഞ്ഞു? ഡി. കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നോ? ഉത്തരം ബി. മകളെ എന്തുണ്ടായി. ചോദ്യം 27. പൂരിപ്പിക്കുക. അമ്മായിയമ്മയുടെ അടുത്തേക്ക് ഡാഷ് പോകേണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ബാർലി അവൻ എനിക്ക് തന്നു. എ. ദുഃഖിതയായി. ബി. വെറും കൈയോടെ. സി. നിരാശയോടെ. ഡി. വേദനയോടെ. ഉത്തരം ബി. വെറും കൈയോടെ.
ചോദ്യം 28. 6 അളവ് ബാർലിയുമായി വീട്ടിലെത്തിയ റൂത്തിൻ്റെ വിവാഹകാര്യം എന്നത്തേക്ക് തീരുമാനമാകുമെന്നാണ് നവോമി പറയുന്നത്? എ. ഒരു ദിവസത്തിനുള്ളിൽ, ബി. ഒരാഴ്ചയ്ക്കുള്ളിൽ, സി. അന്ന് തന്നെ, ഡി. അടുത്ത ദിവസങ്ങളിൽ തന്നെ. ഉത്തരം സി. അന്ന് തന്നെ. ചോദ്യം 29. അധ്യായവും വാക്യവും ഏത്? മകളെ, ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം. എ. റൂത്ത് 3:10, ബി. റൂത്ത് 3:12, സി. റൂത്ത് 3:11, ഡി. റൂത്ത് 3:9. ഉത്തരം സി. റൂത്ത് 3:11. ചോദ്യം 30. അധ്യായവും വാക്യവും ഏത്? നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക. അവൻ 6 അളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വച്ചു കൊടുത്തു. അവൾ നഗരത്തിലേക്ക് പോയി. എ. റൂത്ത് 3:10, ബി. റൂത്ത് 3:13, സി. റൂത്ത് 3:11, ഡി. റൂത്ത് 3:15. ഉത്തരം ഡി. റൂത്ത് 3:15. തുടർന്ന് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോയുടെ താഴെയായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ പിൻ ചെയ്ത ആദ്യത്തെ കമൻ്റായിട്ടോ ലോഗോസ്ക്വിസ് വെബ്സൈറ്റ് എന്ന് കാണാം. അതിൻ്റെ താഴെയുള്ള www.logosquiz2026.in എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ലോഗോസ്ക്വിസ് 2026 എന്ന ഹോം പേജിൽ എത്തിച്ചേരും. ഇവിടെ റൂത്ത് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ റൂത്തിൻ്റെ പേജിലെത്തും. അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റ് എന്ന് കാണാം. അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ഓൺലൈൻ ടെസ്റ്റ് ലിങ്കുകൾ കാണാം. നിങ്ങൾ അധ്യായം 3 വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരും. അവിടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക. പിന്നീട് സ്റ്റാർട്ട് ക്വിസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ പേജിൽ എത്തിച്ചേർന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാവുന്നതാണ്. ചോദ്യം 1. റൂത്ത് 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 18. റൂത്ത് 3-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഇവിടെ നമ്മൾ തെറ്റിച്ചു കൊടുക്കുന്നു. റൂത്തിൻ്റെ വിവാഹം. സ്വന്തം കടമയായി നവോമി റൂത്തിനോട് പറയുന്നത് എന്താണ്? ഉത്തരം ഇങ്ങനെ മാർക്ക് ചെയ്ത് അവസാനം ഏറ്റവും അവസാനത്തെ ചോദ്യം വരെ മാർക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റഡ് വ്യൂ റിസൾട്ട് എന്ന് കാണാം. വ്യൂ റിസൾട്ടിൽ വീണ്ടും ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം. ഇവിടെ 2 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ 2 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ രണ്ടാമത്തെ ചോദ്യം തെറ്റാണ്. ഇനി ഇതിൻ്റെ ശരി ഉത്തരം കാണണമെങ്കിൽ ഷോ ആൻസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോവാസിൻ്റെ മെതിക്കളത്തിലാണ് ശരി ഉത്തരം എന്ന് കാണാം. ഇനി ഇത് നിങ്ങൾക്ക് ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്ര തവണ വേണമെങ്കിലും ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് ഒരു സ്വയം വിലയിരുത്തൽ നടത്താവുന്നതാണ്. സോ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.